ജലീലെ ഈ എപ്പ എയർപോർട്ടിൽ ഇറങ്ങിയത്? ഞാൻ ഉച്ചക്ക് 2 മണിക്ക് ഇറങ്ങിയിരുന്നു. അല്ല എന്നിട്ട് എവിടെ ഇത്രയും നേരം? ഞാൻ അവിടെ ഇരിക്കുന്നു. എയർപോർട്ടിൽ തന്നെ ഇരിക്കരുത്. ഞാൻ അവിടെ ഇറങ്ങിയ ശേഷം മനസ്സൂനെ വിളിച്ചേ. ആ അത് ശരി. ഞങ്ങള് രണ്ടാളും കൂടി ഒരു സ്ഥലം വരെ പോയി എന്നിട്ട് അവിടെ ഇരിക്കായിരുന്നു. അപ്പോഴാ എന്റെ ഫോൺ വന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോന്നതാണ്. അല്ല ഈ വരുന്ന വരുമ്പോ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടുകാർക്കോ സസ്പെൻസ് എന്താണ് കേസുള്ളത്. ഓഹോ, വല്ലാത്തൊരു പണിയാണല്ലോ. ഇനിയിപ്പോ വല്ല പരിക്ക് ഇന്നേരം കേസില്ല. നല്ല പണി തന്നെ. കൊറേ കാലത്തിന് ശേഷം വരല്ലേ, ഓൾക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ. തരക്കേടില്ല എന്റെ പരിപാടി. പക്ഷെ നല്ല കള്ളന്മാരുള്ള സമയട്ടാ. ശ്രദ്ധിച്ചോണ്ടി, തല്ല് കിട്ടാൻ നോക്കിക്കോണ്ടി. ഒന്നും കുഴപ്പമില്ല. ഞാൻ ഏറ്റ് വീടിന് മുമ്പിൽ അവിടെ ഇറക്കി തന്നാ മതി. ആയിക്കോട്ടെ. വണ്ടിയുടെ ബൈക്ക് നിർത്തിയാൽ മതി. സാധനങ്ങളൊക്കെ വണ്ടി നോട്ടാ. നാളെ രാവിലെ അടുത്തോണ്ട് ഞാൻ നേരം തീരുന്ന അടുക്കളന്റെ ഭാഗത്തോട്ട് നേരെ കേട്ടില്ലാണ്. അതാണ് എന്റെ പരിപാടിയില്ലേ. തരക്കേടില്ലല്ലോ. അതല്ല, ഈ ബാഗിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. വേറെ ഒരു സാധനം ലഗേജ് ആയിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ലഗേജ് ഒക്കെ വരുന്നുണ്ട്. ലഗേജ് ഒക്കെ പാർസലാണ് വരും. ഞാൻ പിന്നെ പെട്ടെന്ന് 10 ദിവസം ലീവും കിട്ടി, ടിക്കറ്റ് കിട്ടി. അപ്പൊ ഞാൻ പെട്ടെന്ന് പോകാം. ജലീലേ, എനിക്ക് ഇറങ്ങുന്ന സ്ഥലത്തിയല്ലോ. ഇവിടെ നിർത്തണ്ടേ? ആയിക്കോട്ടെ, നിർത്താൻ സുറേ. അല്ല ഈ ബാഗ് തിന്നോട്ടെ. ഇറങ്ങിക്കോ. നാളെ കാണുന്നാലേ പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ. ബാഗില് നോക്കി പോയിക്കട്ടെ ഏതായാലും. അപ്പൊ എന്നാ രാവിലെ കാണാം. സ്വിച്ച് ഓഫ് ആയാ? വിളിച്ചില്ല. എന്താ ഒരു ഒച്ചപ്പാട്? കിണറ്റില് വല്ലതും ചാടിയാ? ആ കിണറ്റിൽ എന്തേ ജന്തുക്കള്